നമസ്കാരം പ്രശാന്ത് സർ. ഈ വിശ്വപൗരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ശശി തരൂർ ഇങ്ങനെ മോദിയെ പുകഴ്ത്തുമ്പോൾ അത് ബി.ജെ.പിക്ക് കിട്ടുന്ന, പ്രധാനമന്ത്രിക്ക് പൊതുവെ മൈലേജ് ഉണ്ട്, ബി.ജെ.പിക്ക് കിട്ടുന്ന മൈലേജ് ചെറുതൊന്നുമല്ല. കേരളത്തിലെ ബി.ജെ.പി ഘടകം അത് ആത്മാർത്ഥമായി ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് 2 വർഷം മുൻപ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ പുതുമയൊന്നുമില്ല എന്നുള്ളതാണ്. വീണ്ടും കോൺഗ്രസിന് എത്രത്തോളം തിരിച്ചടിയായിരിക്കുകയാണ് തരൂരിന്റെ ഈ പ്രസ്താവന? കോൺഗ്രസ് പ്രതിസന്ധിയില്ലേ? കാരണം ഈ തരൂർ നിരന്തരം കോൺഗ്രസിനെ വാരി നിലത്തടിക്കുക. കാരണം 2 കൊല്ലം ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം പോലും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇതുപോലൊരു പ്രധാനമന്ത്രി ഇല്ല, ലോകത്തെ ഇതുപോലൊരു നേതാവില്ല. രണ്ട് ശത്രുരാജ്യങ്ങളുടെ 2 നേതാക്കന്മാരും അദ്ദേഹത്തെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു. അത്തരത്തിലൊരു നയതന്ത്രമുള്ള ആളാണ്. കാരണം 2 പേർക്കും സ്വീകാര്യനാണ്. അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ KPCC പ്രസിഡന്റ് ചോദിച്ചോ, പുള്ളിക്ക് ചെവി കേട്ടില്ല, ചെവി കേൾക്കത്തില്ലെന്നാ പറഞ്ഞത്. ഞാനിതൊന്നും കേട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പഴയപോലെ ഇപ്പൊ ചെവി കേൾക്കാൻ പറ്റുന്നില്ല, മാത്രമല്ല ശശി തരൂർ പറയുന്നത് കേൾക്കാനേ പറ്റുന്നില്ല. ഇതേ അവസ്ഥ തന്നെ ചെവി അടിച്ചു പോയതായ രീതിയിലേക്കാണ് കേന്ദ്ര നേതാക്കന്മാരും ഇപ്പൊ നിൽക്കുന്നത്. കാരണം അതിന് മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം എങ്ങനെയാ മറുപടി പറയുന്നത്? അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നതിനകത്ത് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു നേതാവ്, അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ റഷ്യൻ ബ്രോഡ്കാസ്റ്ററുടെ ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആ ലോകം അംഗീകരിച്ച് നിൽക്കുന്ന നേതാവായിട്ട് നിൽക്കുന്ന മോദിയെ പറ്റി എതിരഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്നുണ്ടായിരുന്നു ജയറാം രമേശ് പറഞ്ഞല്ലോ. കാരണം മോദി രാജ്യകാര്യങ്ങൾ നോക്കണം, അല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെ പോയി സ്വയം പുകഴ്ത്തിട്ടിരിക്കണം എന്നൊക്കെ പറയുന്ന സമയത്താണ് അതിനകത്ത് അതിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഈ പോലും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണല്ലോ തരൂർ പറയുന്നു, ഈ പറയുന്ന മോദി ആണ് ശരി, മോദി ലോക നേതാവാന്ന് പറയുമ്പോൾ കേന്ദ്രം പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യം 2 കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, പിന്നെ അതിനകത്ത് എന്താ കുഴപ്പം? അതായത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് വരികയാണ് മോദി ചെയ്യുന്നതും, അല്ലെങ്കിൽ മോദിയുടെ നയതന്ത്രവും BJPയുടെ നയതന്ത്രവും ഒക്കെ ഇപ്പൊ ഇന്ത്യയിൽ നടപ്പാകുന്ന നയതന്ത്രത്തോട്, അല്ലെങ്കിൽ അവരുടെ സമീപനത്തോട്, അത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും ഉള്ള അവരുടെ സമീപനത്തോട് കോൺഗ്രസിന് യാതൊരു കുഴപ്പവുമില്ല. അതേ അഭിപ്രായമാണ് കോൺഗ്രസിന് ഉള്ളത് എന്നുള്ള രീതിയിലേക്കാണ് ഇന്നലത്തെ പ്രസ്താവനയോടുകൂടി മനസ്സിലാവുന്നത്. അതായത് 24 എന്ന് പറയുന്ന ചാനലിൽ കൊടുത്ത പ്രസ്താവനയ്ക്കാണ്. ഇതിനകത്ത് മറുപടി പറയാൻ പറ്റൂ കോൺഗ്രസിന്. കാരണം ഇതിന് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്നതിന് മറുപടി പറയാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ശശി തരൂർ എന്ന് പറയുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗം, അതായത് കോൺഗ്രസിന്റെ അഭിപ്രായം ഈ AICC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിലയുള്ള വർക്കിംഗ് കമ്മിറ്റി അഭിപ്രായം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ, അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു, നിലപാട് അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിലപാട് പറയാൻ അധികാരമുള്ള ഒരു പോസ്റ്റാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം. അത് പറഞ്ഞു. ഇപ്പൊ കോൺഗ്രസ് പ്രതിസന്ധിയിലായി. കോൺഗ്രസ് മറുപടി പറയണം, തരൂരിനെ തള്ളിപ്പറയണം, അല്ലെങ്കിൽ തരൂരിനെതിരെ നടപടിയെടുക്കണം. ഇപ്പൊ ഈ പുലിയുടെ വാലയെ പിടിച്ചതുപോലെ ഈ കോൺഗ്രസിന്റെ അവസ്ഥ കുറെ കാലമായിട്ട്. കാരണം പുലിയുടെ വാലയെന്ന് വിട്ടില്ലെങ്കിൽ ഈ പിടിച്ചവന് വീട്ടിൽ പോകാനും ഒക്കത്തില്ല, വാലയെന്ന് വിട്ടാൽ പുലി കടിച്ചു കൊല്ലുകയും ചെയ്യും. അപ്പൊ 2 രീതിയിലാണ് ഇപ്പൊ കോൺഗ്രസ് നിൽക്കുന്നത്. കാരണം ശശി തരൂരിനെ പോലെ ഉള്ള ഒരാളിനെ പുറത്താക്കിയാൽ അതിനകത്തൊരു വലിയ ചർച്ചയാണ്. കാരണം തരൂർ എന്ന് പറയുന്നത് ഇവര് തന്നെ പറയുന്നുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വപൗരൻ, അങ്ങനത്തെ ഒരു പൗരനാണ്, പിന്നെ ലോകം മൊത്തം അറിയാവുന്ന ഒരാളാണ്, അയാളെ എന്തുകൊണ്ട് പുറത്താക്കി? അപ്പൊ അത് വീണ്ടും ചർച്ചയാവും. എന്തുകൊണ്ട് പുറത്താക്കി? അത് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകാരാധ്യനാണ്, അദ്ദേഹം വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ നയതന്ത്രമല്ല ലോകം അംഗീകരിക്കുന്നു, അത് നമ്മൾക്കും അംഗീകരിച്ച് പോയാൽ മതിയാവും. ഇതിനു വേണ്ടിയാ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ എവിടെ പോയി? അപ്പം അത് ശരിയായ ഒരു നിലപാടല്ലേ? ലോകം നോക്കുമ്പോൾ ശശി തരൂർ പറഞ്ഞ നിലപാട് ശരി. അപ്പൊ കോൺഗ്രസിന്റെ വല്ലാത്തൊരവസ്ഥയാണ്. കോൺഗ്രസ് മുമ്പോട്ട് വിടത്തില്ല. കാരണം ശശി തരൂര് മാനസികമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും, എന്നെ മുമ്പോട്ട് വിടാത്ത കോൺഗ്രസിനെ ഞാൻ മുമ്പോട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസിനകത്ത് നിന്ന് പോകുന്നില്ല. ചില ആൾക്കാർ പറഞ്ഞത് ഞാൻ ഈ വീട്ടിനകത്ത് നിന്ന് മുടിക്കും എന്ന് പറഞ്ഞ പോലെ ഇയാൾ ഇതിനകത്ത് നിന്ന് മുടിച്ച് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം BJPയും ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലുകളിലും അനൗദ്യോഗികമായിട്ടുള്ള ഇതിനകത്തൊക്കെ BJP ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നതിനകത്ത് BJP ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കാരണം BJPക്ക് ഇദ്ദേഹത്തോട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഡൽഹി രാഷ്ട്രീയത്തിനകത്ത് വലിയ പറയുന്ന പോലെ വലിയ സമ്മാനമൊന്നും തരൂരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനില്ല, അല്ലെങ്കിൽ BJPക്ക് അതിനകത്തൊന്നും കിട്ടാനില്ല. പിന്നെ നല്ലൊരു കേന്ദ്രമന്ത്രിയെ സമ്മാനിക്കാനായിട്ട് ഇപ്പൊ ഇതിനെക്കാട്ടി വലിയ കേന്ദ്രമന്ത്രിമാരാ ഓരോരുത്തരും. നമ്മൾ റെയിൽവേ മന്ത്രിയെ നോക്കിയാലും
ധനകാര്യമന്ത്രിയെ നോക്കിയാലും പ്രതിരോധ മന്ത്രിയെ നോക്കിയാലും ആഭ്യന്തരമന്ത്രിയെ നോക്കിയാലും ഓരോ മന്ത്രിമാരെയും നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയെക്കാട്ടിൽ ഈ പറയുന്ന പോലെ കാര്യശേഷിയുള്ളവരും കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വലിയ വലിപ്പത്തിൽ ചെയ്യുന്നവരും ഒക്കെ. അതിനകത്ത് അവർക്കൊരു രാഷ്ട്രീയ ലാഭമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഒരു MP ഉണ്ടാവുന്ന ഒരു അവസ്ഥ ശശി തരൂരിനെ പാർട്ടിക്കകത്തു നിന്ന് പുറത്താക്കുവോ, കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചാലോ, ശശി തരൂർ വേണ്ടെന്ന് വെച്ചാലോ അടുത്ത പ്രാവശ്യം അവിടുന്ന് MP പിന്നെ BJPക്ക് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല ഉറപ്പാണ്. അപ്പം ഈ രാഷ്ട്രീയ ലാഭമൊന്നുമില്ല. പിന്നെ ഇപ്പം കേരളത്തിൽ ഈ വിഷയം സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തതിനകത്ത് കേരളത്തിനകത്ത് BJPക്കകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ബാക്കിയുള്ള സുരേന്ദ്രൻ പറഞ്ഞു ബാക്കിയുള്ള ആർക്കും ബോധമില്ല, വിവരമില്ല, വിവരമുള്ളത് ശശി തരൂരിന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ശശി തരൂരിന് ബോധമുള്ള കോൺഗ്രസ്സുകാരൻ. അപ്പൊ ഇതിനകത്തേക്കുന്ന ബാക്കിയുള്ളവരെല്ലാം ബോധമില്ലാത്തവരാണെന്നുള്ളതാണല്ലോ അർത്ഥം. ആ ശശി തരൂരിന് മാത്രമാണ് അപ്പൊ ബോധമുള്ളത്. അപ്പം ശശി തരൂരിന് മാത്രം ബോധമുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും കോൺഗ്രസിന്റെ കാര്യം വലിയ പരിഗണനയിലാണ്. കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും. കാരണം ശശി തരൂർ കേരളത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞാലും അത് കേന്ദ്രത്തിലും ചർച്ചയാവും, ലോകത്തുടനീളം ചർച്ചയാവും. ശശി തരൂർ മനഃപൂർവ്വം അദ്ദേഹം ഇത് ചർച്ചയാക്കുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കകത്ത് കോൺഗ്രസ് കാണിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് കോൺഗ്രസ് കാണിക്കുന്ന അവഗണനയ്ക്ക് കോൺഗ്രസിന് കൊടുക്കുന്ന ഒരു പണിയായിട്ട് തന്നെ നമ്മൾ കണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പഴയത് പോലെ പറയത്തില്ലേ, ഇപ്പൊ നില്ല് ശശി തരൂർ നില്ല് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞ് പ്രതിസന്ധിയിലാക്ക്, അവസാനം നമുക്ക് നിങ്ങളെയും കൂടെ BJPക്കകത്തെടുത്ത് വേണ്ട സംവിധാനങ്ങളൊക്കെ തരാമെന്നുള്ള രീതിയിൽ BJP നേതാക്കന്മാരുമായിട്ടും അല്ലെങ്കിൽ പറയുന്ന അമിത്ഷായുമായിട്ടൊക്കെ രഹസ്യധാരണ ഉണ്ടോ എന്നറിയത്തില്ല. പിന്നെ രണ്ടാമത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിപ്പോ MP ആണല്ലോ, അദ്ദേഹത്തെ ഇതിനകത്തുനിന്ന് നടപടിയെടുത്ത് വെളിയിലാക്കിയാൽ അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ട്, MP സ്ഥാനം നഷ്ടപ്പെടത്തില്ല. ഇപ്പം അദ്ദേഹം വെളിയിൽ പോയാൽ BJPയിൽ ചേർന്നാൽ അദ്ദേഹത്തിന് MP സ്ഥാനം നഷ്ടപ്പെടും. അപ്പൊ MP സ്ഥാനം നഷ്ടപ്പെടാതെ തന്നെ ഈ പാർട്ടിക്കകത്തുനിന്ന് പുറത്തുപോയി പുറത്താക്കുമ്പോൾ അദ്ദേഹത്തെ സമീപിക്കാൻ സാധ്യതയുണ്ടല്ലോ ബാക്കി പാർട്ടിക്കാർ. ഒന്നെങ്കിൽ CPM സമീപിക്കാം, അല്ലെങ്കിൽ BJP സമീപിക്കാം. മാത്രമല്ല ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നാൽ അതിനകത്ത് ഒരു ഇമേജ് ഉണ്ട്. ഒരു നമ്മൾ ഈ പറഞ്ഞ ഗുരുവായൂർ കേശവനെ നെറ്റിപ്പട്ടം കെട്ടി നിർത്തിയേക്കുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ട് നിർത്താൻ കൊള്ളാമല്ലോ അല്ലെ? അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കാൻ കൊള്ളാം. അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കാനും അപ്പൊ അതിനുള്ള ഒരു സാധ്യത. എന്തുവായാലും തരൂര് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. കാരണം തരൂരിനെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പാർട്ടിക്കകത്ത് പോസ്റ്റുകൾ അല്ലെങ്കിൽ ആ പോസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അവരെ അദ്ദേഹത്തിന് ഹൈപ്പ് കൊടുക്കാത്തപ്പോൾ അദ്ദേഹം സ്വയം എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം, വാർത്തകൾ നിറഞ്ഞു നിന്ന് അദ്ദേഹത്തിന് സ്വയം ഹൈപ്പ് വരും. അതിനകത്ത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയമാണോ? ഇനി ശശി തരൂർ BJPയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം BJPക്ക് വേണ്ടി കളിക്കുകയാണോ എന്തൊന്നും അറിയത്തില്ല. ഏതായാലും ശശി തരൂർ പറയുന്ന ഓരോ വാക്കും ഇപ്പം ഈ കോൺഗ്രസിന് അനുകൂലമല്ല, പക്ഷെ അത് കോൺഗ്രസിന് എതിരാണ്. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പുള്ളി പറഞ്ഞ ശരിയല്ലേ എന്നുള്ള രീതിയിൽ വരും. ഏതായാലും ഇൻഡയറക്റ്റ് ആയിട്ട്, നമ്മൾ ഈ ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസിന് ത്രെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ് ശശി തരൂർ. അദ്ദേഹത്തിന് കൃത്യമായ അജണ്ടയുണ്ട്. അത് കോൺഗ്രസിനെ തീർക്കുന്ന ഒരു അജണ്ടയാണ്. ഒരുപക്ഷെ അത് BJPയുടെ ഭാഗമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കോൺഗ്രസ് കാണിക്കുന്ന അവഗണനയുടെ ഭാഗമാണോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും ശശി തരൂർ പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ അതേ വാചകം തന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞത്. അതാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.